ഇത് തൊഴിലെടുക്കാൻ പോയപ്പോഴുണ്ടായ അപകടമാണെങ്കിൽ പുതുവൈപ്പിൽ നിന്ന് വരുന്നത് മറ്റൊരു വാർത്തയാണ്. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ കടലിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട 2 പേർ കൂടി മരിച്ചു. ഇന്നലെയുണ്ടായ അപകടത്തിൽ ഇപ്പോൾ മരണം 3 ബീച്ചിൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാർ പോലും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കാണുന്ന പുതുവൈപ്പ് ബീച്ചിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഞായറാഴ്ച രാവിലെ കൊച്ചി കത്രിക്കടവ് മേഖലയിൽ നിന്ന് 7 അംഗ സംഘം ഈ ബീച്ചിലെത്തി. സംഘത്തിൽപ്പെട്ട 6 പേർ കുളിക്കാനിറങ്ങി. ഇതിൽ 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ പറഞ്ഞ താരിലാണ് പെട്ടപ്പോൾ അവിടെ നീന്തി പഠിപ്പിക്കുന്ന കുറേ മാസ്റ്റർമാരുണ്ടായി. അവർ കണ്ടതിൻ്റെ പേരിലാണ് ഇവരെങ്കിലും രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അതിന് രക്ഷപ്പെടില്ല. അവർ അവിടെ ഇരുന്നെങ്കിൽ രക്ഷപ്പെട്ടു അവന്. അവർ ആ നീന്തണ ഒരു സൈഡിൻ്റെ പരിസരത്താണെങ്കിൽ രക്ഷപ്പെട്ടവന്. ദയവ് ചെയ്ത് ബീച്ചിലേക്ക് വരുന്ന ആൾക്കാർ പിള്ളേരോട് പ്രത്യേകിച്ചും മാതാപിതാക്കൾ പറഞ്ഞു കുളിക്കാൻ ഇറങ്ങല്ലേ ദൈവത്തോടെന്ന് പറയണം. അവർ അതുമാത്രമേ എനിക്കൊരു അപേക്ഷയുള്ളൂ. ഇതേ ബീച്ചിൽ തൊട്ടടുത്തായി നീന്തൽ പരിശീലനം നടത്തുകയായിരുന്ന സംഘത്തിൽപ്പെട്ടവരാണ് 3 പേരെയും കരക്കെത്തിച്ചത്. പക്ഷേ ആരെയും രക്ഷിക്കാനായില്ല. 22 വയസ്സുള്ള കലൂർ സ്വദേശി അഭിഷേക് ഇന്നലെ തന്നെ മരിച്ചു. 19 വയസ്സുള്ള കത്രിക്കടവ് സ്വദേശി മിലൻ സെബാസ്റ്റ്യനും എളംകുളം സ്വദേശി ആൽവിൻ ജോർജ് ആന്റണിയും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഞായറാഴ്ചകളിലും മറ്റ് അവധി ദിനങ്ങളിലും വലിയ തിരക്കാണ് ഈ ബീച്ചിൽ. പക്ഷേ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ല. എന്തിന് മുന്നറിയിപ്പ് ബോർഡുകൾ പോലുമില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. അടിയന്തരമായിട്ട് പ്രത്യേകം വെക്കേണ്ട സേഫ്റ്റി ബോർഡുകൾ വന്ന പിള്ളേർക്കൊന്നും അറിയാൻ പാടില്ല. കടലാണ്, ഇവിടെ അപകടം ഉണ്ടെന്ന്. അപ്പോൾ അത് ഞങ്ങൾ പരിസരവാസികൾ ഞങ്ങൾ പിണങ്ങിയ ചിലപ്പോൾ തിരിച്ചു വിടും. എപ്പോഴും നമ്മളുണ്ടാവുന്നില്ല രക്ഷിക്കുകയാണെന്ന് ഇവിടെ. പ്രത്യേകിച്ച് ഇവിടെ വേണ്ടത് സുരക്ഷയ്ക്കുള്ള ആൾക്കാരെ നിയോഗിക്കുക. അത്ര തിരക്കാണ് ബീച്ചിൽ. ബീച്ചിലെ തിരക്ക് നിയന്ത്രിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും ആവശ്യത്തിന് ലൈഫ് ഗാർഡുമാരെ നിയമിക്കണം എന്നതാണ് പ്രധാന ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.